അയച്ചു. എന്റെ ഉമ്മ എന്നല്ല അത് 3 മണിക്ക് വിളിച്ച് കരഞ്ഞു. എന്റെ അനിയത്തിയോ ഓൾ കോളേജിൽ പോകുമ്പോ വൃത്തിക്ക് പോകാനാവുന്നില്ല. എന്താ ഞാൻ ഇന്ന് വരെ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല. എന്നെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഞാൻ കരയുമെങ്കിൽ വിചാരിക്കും ഇതിനു വേണ്ടി പറയുന്നത്. എന്റെ ഉമ്മ സത്യം ഞാൻ അങ്ങനല്ല. കരഞ്ഞിട്ട് നിങ്ങൾ മനസ്സ് കലക്കണ്ടിട്ട് പറയുന്നില്ലടാ. നമുക്ക് വേറെ വഴിയില്ല. കാരണം വെച്ചാൽ നമ്മുടെ അടുത്ത് പൈസ കാര്യങ്ങളൊന്നുമില്ല. ഐഫോൺ ആകെ എന്റെ അടുത്തുള്ള ഇത് ഞാൻ ഇതിനു വേണ്ടിയിട്ട് അടക്കാണ്. ഞാൻ ഡയറക്ടറെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, സാറേ എന്തെങ്കിലും ഒന്ന് ഇതിൽ നിന്ന് കിട്ടിയിട്ടെങ്കിലും വലിയ ഉപകാരമായി പോകുന്നത് ഞാൻ പറഞ്ഞത്. ഇത് രക്ഷയാണ് ഞാൻ പറഞ്ഞത്. ഇവർക്ക് ഒരു ദിവസം 300 സംതിങ് റുപ്യാണ് ആദ്യത്തെ പൈസ ഇത് കിട്ടിയത്. ഇവർക്ക് 800 റുപ്യ കിട്ടിയത്. എനിക്ക് 1000 സംതിങ് റുപ്യാണ് ഇത് കിട്ടിയത്. എന്താണ് തെറ്റ്? അവൾ അത്രയും 5-6 മാസം നിന്നിട്ട് എന്താണ് പറഞ്ഞത്? ജാസിക്ക് പ്രൊമോഷൻ. ഞാൻ സത്യം പറയാം, ഞാൻ ആകെ ചെയ്തൊരു തെറ്റെന്താണെന്ന് അറിയോ? എടാ ഞാൻ അത് പറയുന്നില്ല. എന്തോ ആയിക്കോട്ടെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞോട്ടാ. എന്റെ ഫീലിംഗ്സ് ജസ്റ്റ് മനസ്സിലാക്കി നിങ്ങൾ. കാരണം എന്താ അറിയാ, 5-6 മാസം ഞാൻ നിങ്ങളുടെ ഇങ്ങക്ക് ചിരിക്കണം. 5-6 മാസം ഞാൻ അവിടെ നിന്നിട്ടില്ലടാ. 5-6 മാസം ഞാൻ അവിടെ നിന്നിട്ട് എനിക്ക് 1 റുപ്യ സാലറി. ഞാൻ ഇവന്റെ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വന്ന സമയത്ത് 5-6 മാസം കൃത്യമായിട്ട് എപ്പോഴും അധികം ലൈവ് ഉണ്ടായിന്. ആ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങുന്ന സമയം എപ്പോഴാണ്? രാവിലെ നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു 3-4 മണിയാവും. ആ ഉറങ്ങിയിട്ട് എണീക്കുമ്പോൾ രാവിലെ ഒരു 10 മണി 11 മണിക്ക് എണീക്കണം. ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് ഉണ്ടാക്കിയിട്ട് വൈകുന്നേരത്തേക്ക് ഫുഡ്, അത് കഴിഞ്ഞിട്ട് രാത്രിക്കത്തിൽ ഫുഡ്. ഇതിന്റെ ഇടയിൽ ഓന്റെ എന്തെങ്കിലും അലക്കാൻ കൊണ്ടുപോകണം. പിന്നെ അതിന്റെ ഇടയിൽ സ്പിൻ വീൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനം ശരിയാക്കാൻ പറയണം. ആ സമയത്ത് എന്റെ ജാസി എന്നുള്ള ഒരു ക്യാരക്ടറിലുണ്ടായിരുന്നു. മീശൽ ഇത്ര മേടിച്ചിട്ട് ഇവൻ പറഞ്ഞ അങ്ങനെ ചെയ്താലേ ഇത് അടിപൊളിയാവുന്ന